ഈ എക്സ്പൾസിൻ്റെ സസ്പെൻഷൻ എൻ്റെ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്ത് വണ്ടിയുടെ ഹൈറ്റ് കുറച്ച് കൂട്ടാൻ വേണ്ടിയാണ് പോകുന്നത്. ഫൈനലി നമ്മുടെ വണ്ടിയിൽ എക്സ്പൾസിൻ്റെ റെയർ മോണോഷോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും വണ്ടിയുടെ ഹൈറ്റ് നല്ലതൊക്കെ കൂടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ബാക്ക് വ്യൂ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഹൈറ്റ് നല്ലതൊക്കെ കൂടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ ഹൈറ്റ് എത്രമാത്രം കൂടിയെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് RCയിൽ അടുത്ത് വെച്ചൊരു ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ക്ലിപ്പ് ഈ വീഡിയോയിലൂടെ എന്തായാലും ആഡ് ചെയ്തേക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വീഡിയോ ഞാൻ ചെയ്യാതിരിക്കുന്ന 3 പാർട്ടായിട്ടാണ്. ആദ്യം എൻ്റെ ഇൻസ്റ്റാളേഷൻ, പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി വണ്ടിയിൽ എന്തൊക്കെ ആൾട്രേഷൻസ് വരുത്തണം, പിന്നെ ഇത് ചെയ്യുന്നുണ്ട് എന്തൊക്കെ കുഴപ്പങ്ങൾ വന്നു ഇനി വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ ഓടിച്ചിട്ട് ഇതിൻ്റെ ഹാൻഡിലിങ്ങിലും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വ്യത്യാസം നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ സസ്പെൻഷൻ ഇതിൽ ഡയറക്റ്റ് ഫിറ്റാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ താഴത്തെ ഈ സ്പോട്ടിലെ ബോൾട്ടും മറ്റേ ബോൾട്ടും എല്ലാം ഒരേ ഡയമെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡയറക്റ്റ് ഇതിൽ സ്യൂട്ടാണ്. ഇത് ഞാൻ കുറച്ച് ഹിന്ദിക്കാരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് തലതിരിച്ചാൽ മാത്രമേ ഈ ഷോക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഡയറക്റ്റ് എങ്ങനെയാണോ ആ ഒരു രീതി തന്നെ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ അതത്ര ഒരു റിലവൻ്റായിട്ട് തോന്നിയില്ല. കാരണം സാധാ ഒരു ഷോക്ക് മാറുന്ന രീതിയിൽ തന്നെ നമുക്കിതും മാറാൻ പറ്റും. പിന്നെ വർക്ക്ഷോപ്പിലാണിത് ചെയ്തത്. കാരണം ഇതിന് മുമ്പിരുന്ന ഷോക്ക് ഈ വണ്ടി വാങ്ങിച്ചപ്പോൾ തൊട്ടുള്ള ഷോക്കാണ്. അപ്പോൾ അത് വണ്ടി വാങ്ങിച്ചതിന് ശേഷം ഇതുവരെ അഴിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഊരാനും എടുക്കാനൊക്കെ കുറച്ച് പാടായതുകൊണ്ട് ഞാൻ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സസ്പെൻഷൻ ഇല്ലാതെ വണ്ടി വേറെ വണ്ടിയിലോ വിളിച്ച് വർക്ക്ഷോപ്പ് വരെ കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് ഇത് കടയിൽ കൊടുത്താണ് ചെയ്തത്. അപ്പോഴത്തേക്ക് ആ ഒരു ക്ലിപ്പ് ഞാൻ അങ്ങനെ എടുത്തിട്ടുമില്ല. പിന്നെ ഇത് ചെയ്യാൻ നേരത്ത് നമുക്ക് വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അത് തന്നെ ഈ ഒരു 2 സസ്പെൻഷനും എൻ്റെ സ്റ്റോക്കും മറ്റേ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതും ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം. ഇന്ത്യയുടെ വെള്ളമൊക്കെ വന്നിരിക്കുക ആ നിഴലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടറിയാൻ പറ്റും ഈ 2 സസ്പെൻഷനും തമ്മിൽ ഒരു ഇത്ര അടുപ്പിച്ച് ഹൈറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കയറുമ്പോൾ നല്ല രീതിക്ക് വ്യത്യാസം വരും. ഈ ഒരു സസ്പെൻഷൻ ഇതിലോട്ട് സെറ്റ് ചെയ്യാനും മറ്റത് ഊരാനും വേണ്ടി ഈ ഒരു പീസ് നമ്മൾ അടിക്കണം. പിന്നെ അണ്ടർ ബെല്ലി ഒന്ന് ഊരണം. പിന്നെ ആ ഫ്രണ്ടിലത്തെ ബെൻഡ് വെപ്പിൻ്റെ നട്ടം ചെറുതായിട്ട് യൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു എക്സോസ്റ്റ് ഊരിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് തിരിച്ച് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ ഹൈറ്റും നല്ല രീതിക്ക് കൂടും. അതിനുശേഷം അടുത്തായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ അണ്ടർ ബെല്ലി സെറ്റ് ചെയ്യുന്ന സമയത്താണ്. ഈ അണ്ടർ ബെല്ലി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അണ്ടർ ബെല്ലി നമ്മുടെ ബൈക്കിൻ്റെ സിങ്ങാമിൽ തട്ടും. അതെനിക്ക് നേരത്തെ ഷുവറായിരുന്നു തട്ടുമെന്ന്. അപ്പോൾ ഞാൻ അതിൽ ഒരു റെമഡി ആയിട്ട് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ അണ്ടർ ബെല്ലി ഒന്ന് അടിച്ച് ബെൻഡാക്കിയിട്ട് തിരിച്ച് സെറ്റ് ചെയ്യാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഇതേപോലെ. പക്ഷേ അങ്ങനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ക്രാക്ക് വീഴും. അതുകൊണ്ട് പിന്നെ ആ പ്ലാൻ മാറ്റിയിട്ട് ഇതൊന്ന് ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ ഹാമർ വെച്ച് അടിച്ച് ബെൻഡ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ നോക്കി അറിയാൻ പറ്റും ഇത് കറക്റ്റ് എവിടെയും തട്ടാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞ് വെൽഡ് ചെയ്യാനാണ്. അപ്പോൾ അതെനിക്ക് എന്തോ ചെയ്യാൻ ഒരു ഇത് വന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്തത്. അപ്പോൾ അണ്ടർ ബെല്ലിയുടെ കാര്യം ഫിനിഷ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഹൈറ്റ് കൂടിയോണ്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ സാധനം സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സൈഡ് സ്റ്റാൻഡിന് കുറച്ച് ലെന്ത് കുറവായിട്ട് തോന്നും. കാരണം വണ്ടിയുടെ ഹൈറ്റ് കൂടുമ്പോഴത്തേക്ക് പിന്നെ സൈഡ് സ്റ്റാൻഡ് നല്ല രീതിക്ക് ചരിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ നോർമൽ വെക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചരിഞ്ഞ് വരും. അതാണ് ഞാൻ ഇപ്പോൾ സ്റ്റാൻഡ് എൻ്റെ ടൈൽസിൻ്റെ പീസ് കയറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് ഹൈറ്റിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ സൈഡ് സ്റ്റാൻഡ് ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു. പക്ഷേ അത് അത്ര എക്സ്റ്റെൻഡ് ചെയ്താൽ പോരാ. ഇപ്പോൾ ഇതില്ലാതെ തന്നെ ഇത് ഇരിക്കും. പക്ഷേ ഒരുപാട് ചരിഞ്ഞിരിക്കുന്ന കുറച്ച് വൃത്തിയായിട്ട് തോന്നി. പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പൊക്കി വെച്ചാണ്. ഇതിൻ്റെ അടിയിൽ ഞാൻ വേറൊരു പീസ് ഇട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പീസ് അടിയിട്ട് വെൽഡ് ചെയ്യുന്ന കുറച്ച് ഇത് വൃത്തികേടാകും. അപ്പോൾ ഞാൻ ഇത് മാറ്റിയിട്ട് കുറച്ച് ലെന്തുള്ളതെങ്കിലും ഒരു വണ്ടിയുടെ എക്സ്പ്രസിൻ്റെ എല്ലാം സ്റ്റാൻഡ് വാങ്ങിച്ച് വെക്കണം. പിന്നെ അടുത്ത ഒരു പ്രോബ്ലം ഏതെന്ന് വെച്ചാൽ ഈ സെൻട്രൽ സ്റ്റാൻഡ് ഇപ്പോൾ എനിക്ക് ഒരു യൂസുമില്ല, ചുമ്മാ വെച്ചേക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഈ സെൻട്രൽ സ്റ്റാൻഡ് ഇടാനും എളുപ്പമാണ്. കാരണം വണ്ടി നോക്കുമ്പോഴേ സെൻട്രൽ സ്റ്റാൻഡ് ചുമ്മാ ചവിട്ടിങ് വെച്ചാൽ മതി, നൂന്നിങ് വരും. കാരണം സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടാൽ ഉള്ളതിനെക്കാട്ടി കൂടുതൽ വണ്ടി ഹൈറ്റ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും സെൻട്രൽ സ്റ്റാൻഡ് വേണം. അത് നമുക്ക് റെമഡി ചെയ്യാൻ വല്ല തടി പീസ് വല്ല അടി കയറ്റി വെച്ചിട്ട് അതിൻ്റെ വേറെ സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടാൽ മാത്രം മതി. പിന്നെ സൈഡ് സ്റ്റാൻഡിലും ചെറിയ ആൾട്രേഷൻ വരുത്തേണ്ടി വരും. പിന്നെ അടുത്തൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി റിയർ മോണോഷോക്കിൻ്റെയാണ് ഹൈറ്റ് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ ബാക്കിൽ നിന്ന് വണ്ടി നല്ല രീതിക്ക് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ ലെവല്, കൂളൻ്റ്, ഫ്യൂവൽ ഗേജ് എന്തായാലും റോങ് ആയിരിക്കും. കാരണം ആ ബാക്കിലായിരിക്കും സെൻസർ. വണ്ടി ഇങ്ങനെ ഒന്ന് സ്ലൈറ്റ്ലി ടിൽറ്റായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലോട്ട് ഫ്യൂവൽ മൊത്തം പോകും. അപ്പോൾ ഒരുപാട് പെട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനും പറ്റില്ല. ആ കാർബൺ നോസിൽ ആ സെൻറ്റർ പാർട്ടിൽ എവിടെയാണ്, അതുകൊണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റണമെന്നില്ല. പിന്നെ ഓയിൽ ലെവൽ ആൻഡ് കൂളൻ അതിലും വ്യത്യാസം വരും. പിന്നെ ഇതിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ ഓയിൽ പമ്പ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് വരുന്നത്. അതുകൊണ്ട് ഓയിൽ കുറച്ച് ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞാലും
ഓയിലിൻ്റെ സർക്കുലേഷൻ ഒന്നും പ്രത്യേകിച്ച് കുഴപ്പം വരില്ലെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഹൈറ്റ് ചിലവരൊക്കെ ഫ്രണ്ട് മാത്രം പൊക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഓയിൽ സർക്കുലേഷനെ ബാധിക്കും. ഇതും ഇപ്പോൾ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ബാക്ക് പൊക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊക്കിയതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫ്രണ്ടും ഹൈറ്റ് കുറച്ച് പൊക്കിയിട്ടുണ്ട്. ഫ്രണ്ട് പൊക്കാൻ വേണ്ടി ഇതിൽ എളുപ്പമാണ്. കാരണം നമ്മുടെ NS-ലും AS-ലും RS-ലുണ്ട് ഈ ഒരു പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഇഞ്ച് 1.5 ഇഞ്ച് അടുപ്പിച്ച് ഈ ഹാൻഡിലിൻ്റെ അകത്തോട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ ഞാൻ ഈ കാണുന്ന പോലെ ഒന്ന് താത്ത് ഫ്രണ്ട് ഹൈറ്റും കൂട്ടിയിട്ടുണ്ട്. അത് ഫുള്ള് അതിലുള്ള ചെറിയൊരു ഭാഗം ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു ഹാൻഡിൽ അതിൻ്റെയും കൂടെ ഒരു ഹോൾഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട്. ഒരു റേസറോ എല്ലാം ഇട്ടിട്ട് അതൊന്ന് കറക്റ്റ് ഫ്ലഷ് ചെയ്ത് വെക്കണമെന്ന് എനിക്കുണ്ട്. അപ്പോഴേ കറക്റ്റ് എൻ്റെ ഫ്യൂൽ ഗേജും കാര്യങ്ങളും കറക്റ്റായിട്ട് വരും. അപ്പോൾ പൊക്കുന്നെങ്കിൽ 2 സൈഡ് കൂടെ ഒന്ന് പൊക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിലുണ്ടാകാൻ പോകുന്ന പ്രശ്നം സ്റ്റെബിലിറ്റി ഞാൻ അത്യാവശ്യം ഇന്നലെയാണ് സെറ്റ് ചെയ്തത്. ഒരു 10-15 കിലോമീറ്റർ അടുപ്പിച്ച് അതിന് ശേഷം ഞാൻ ഓടിച്ച് നോക്കി കാണും. സ്ട്രെയിറ്റ് ആയിട്ട് ഓടിക്കുന്ന സമയത്ത് വണ്ടി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ നല്ല സ്മൂത്തും കോൺഫിഡൻറ്റുമാണ്. പിന്നെ കോർണറും എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ എങ്കിലും ഒരു 1-2 ഓടിച്ച് ഒന്ന് ഗെറ്റ് യൂസ് ടു ആവേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത വ്യത്യാസങ്ങളും ഇത് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളിതിപ്പോഴേ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇതൊക്കെ ഓരോന്ന് സെറ്റ് ചെയ്തിട്ട് കുറച്ച് നാൾ ഓടുമ്പോഴായിരിക്കും അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ഫീലായി തുടങ്ങുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു 4-5 ദിവസം അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ഓടിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴാണ് അതിനെ കുറ്റി പറയാൻ ആവുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഇടുന്നതായിരിക്കും, ഒരു യൂസർ റിവ്യൂ പോലെ. അപ്പോൾ ഞാൻ അത് ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുന്നെങ്കിലും ചെയ്യണം. കാരണം നമ്മളായിട്ട് സ്വന്തമായിട്ട് പ്രത്യേകിച്ച് ഒന്നും വണ്ടിയിൽ ചെയ്യാതിരിക്കാൻ നോക്കണം. നമുക്കെപ്പോഴും ആരെങ്കിലുമൊക്കെ ബെരിയാടായിട്ട് കിട്ടും. അവരും ചെയ്ത് പണി കിട്ടുന്നോ ഇല്ലെന്നൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അവസ്ഥയിലാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബെരിയാടായിരിക്കുകയാണ്. എന്തൊക്കെ പണി കിട്ടുന്നതാണെന്ന് പിന്നെ അറിയാം. വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. എന്നിട്ട് എനിക്ക് വണ്ടി ഓട്ടിച്ച് ബാക്കി ഓട്ടിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഹൈറ്റൊക്കെ സെറ്റാണ്. പിന്നെ വണ്ടി കയറി ഇരിക്കുമ്പോഴത്തേക്കും ഹൈറ്റ് അല്ലേതിൽ വ്യത്യാസം കാണും. വേറൊരു കാര്യം കൂടെ ആലോചിക്കണം. നിങ്ങൾ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ആളാണെങ്കിൽ മാത്രം ചെയ്യണം. അല്ലെങ്കിൽ വളയ്ക്കാനും തിരിക്കാനൊക്കെ നല്ല രീതിക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ എക്സോസ്റ്റ് അടിച്ച് എനിക്ക് എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനുശേഷം എൻ്റെ സൗണ്ടിലും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പിന്നെ എക്സോസ്റ്റ് ഞാൻ അടിച്ചെണിക്കുമ്പോൾ ചെറിയ രീതിക്ക് 1-2 ക്രാക്ക് വീണായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഈ കാണിക്കുന്ന പോലെ ഒന്ന് സ്പോട്ട് വെൽഡ് ചെയ്ത് അതൊക്കെ അടച്ചിട്ടുണ്ട്. പിന്നെ സൗണ്ടിലും കാര്യങ്ങളും പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല. ബാക്കി ഓടിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഹൈറ്റ് അത്യാവശ്യം ഉള്ളവരാണെങ്കിൽ മാത്രം ഇത്രയും ഹൈറ്റ് ഉള്ള സസ്പെൻഷൻ എടുത്ത് വയ്ക്കുക വേണം. എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. എനിക്കിപ്പോൾ കറക്റ്റ് തറയിൽ 2 സൈഡും കാലത്തും ഞാൻ ഇപ്പോൾ എണീച്ചിരിക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ഹൈറ്റ് കുറഞ്ഞ ആളാണ് നിങ്ങളെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ വളയ്ക്കാനും തിരിക്കാനൊക്കെ മമ്മി ഒന്ന് ഗ്യാറ്റട ഞാൻ ഇപ്പോൾ വരാം. വളയ്ക്കാനും തിരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ബാക്കിലോട്ട് എടുക്കാനും. ഇപ്പോൾ ഇത് ഓടിക്കുന്ന സമയത്ത് ബാക്ക് കൊണ്ട് ഞാൻ ആദ്യം ചെയ്ത സമയത്ത് ബാക്ക് കൊണ്ട് നല്ല രീതിക്ക് പൊങ്ങിയാണൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ടിലൂടെ താത്തതിന് ശേഷം അത്രയും ഒരു ഇതില്ല. അപ്പോൾ വലിയ രീതിക്ക് കോർണറൊന്നും എടുക്കാൻ പ്രത്യേകിച്ച് പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നുന്നൊന്നുമില്ല. എങ്കിലും ഞാൻ വലുതായിട്ടൊന്നും കിടത്തുന്നില്ല. കാരണം കുറച്ച് ആൾട്ടറൊക്കെ ചെയ്ത് ഹൈറ്റ് കൂട്ടിയതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം എന്തായാലും കാണും. കുറച്ചാളൊന്ന് ഓടിച്ച് യൂസ് ടു ആയിട്ട് മാത്രം കിടത്താനും കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കാം. പിന്നെ ബാക്ക് പൊങ്ങിയപ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ ചെറുതായിട്ടൊന്ന് താന്നൊരു ഫീലുണ്ട്. എപ്പോഴും കംപ്രസ്ഡായിട്ട് ഇരിക്കുന്ന രീതിയിൽ. അല്ലാതെ ഓട്ടിക്കാനൊന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ കിടത്തുന്ന സമയത്ത് ഒരുപാടങ്ങ് കിടത്താൻ നമുക്ക് തോന്നും. കാരണം വണ്ടിയുടെ ഹൈറ്റ് കുറച്ചുകൂടെ കൂടി അപ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അപ്രൈറ്റ് ആയതിനു ശേഷം ഇപ്പോൾ വളവിലൊക്കെ ഒരു കമ്പ് ഇങ്ങനെ നിന്നിട്ട് സ്ലാൻഡായിട്ട് കിടത്തുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു ഡയറക്ഷൻ ചേഞ്ച് പക്കയാണ്. മറ്റേത് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ കിട്ടില്ലായിട്ട് ഫാസ്റ്റായിട്ടും ചെയ്യാൻ പറ്റും. വണ്ടി കുറച്ചുകൂടെ ഒരു ഡയറക്ഷൻ ചേഞ്ച് കുറച്ച് ഫ്ലെക്സിബിളായ ഒരു ഫീലാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഓട്ടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് എനിക്കിതുവരെ കുഴപ്പമൊന്നും തോന്നില്ല. ഇനി ഓടിച്ച് എന്തൊക്കെ പ്രശ്നം വരുന്ന ഒരു 10-50 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ഓടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ഇതിൽ ചെയിൻ സ്ലാക്കിലൊക്കെ ചെറിയ രീതിക്ക് വ്യത്യാസം വരുത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുമ്പിരുന്ന സസ്പെൻഷൻ വേറെയാണ്, ഇതിൻ്റെ സസ്പെൻഷൻ വേറെയാണ്. അപ്പോൾ അതിൻ്റെ ട്രാവലിലും കാര്യങ്ങളിലൊക്കെ നല്ല രീതിക്ക് വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് ചെയിൻ സ്ലാക്ക് കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. അത് 2 ദിവസം ഓടിയിട്ട് അത് എത്ര അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ പിന്നെ ചിലവരൊക്കെ പറഞ്ഞായിരുന്നു ഈ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ വാരമൊന്ന്. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് വാരുന്ന ഇഷ്യമൊന്നുമില്ല. ഞാൻ നോക്കിയായിരുന്നു
നോർമൽ രീതിക്ക് തന്നെ ബാക്ക് പിടിച്ചാലും വാരുന്ന ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ കിടത്താൻ നേരത്ത് കുറച്ചുകൂടെ കിടത്താൻ നമുക്ക് തോന്നും കാണാം. പെട്ടെന്ന് ഇത് ഡയറക്ഷൻ ചെയ്യാനും കിടത്താനും പറ്റും. അപ്പോഴത്തേക്ക് വണ്ടി അങ്ങ് മറിഞ്ഞ് വീഴാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല, എങ്കിലും അതുണ്ട്. അപ്പോൾ ഓട്ടിക്കാനൊക്കെ വണ്ടി സെറ്റാണ്. നമ്മൾ കുറച്ചുകൂടെ ഹൈറ്റ് ഇരുന്ന് ഒരു കുതിരപ്പുറത്ത് പോകുന്നൊരു ഫീലുണ്ട്. പിന്നെ ഹൈവേയിലൊക്കെ കയറി ഹൈ സ്പീഡ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റെബിലിറ്റിയൊക്കെ ചിലപ്പോൾ കാറ്റൊക്കെ അടിച്ചാൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഓടിച്ചിട്ട് പറയാം. പിന്നെ കാറ്റടിക്കുമ്പോഴത്തേക്ക് വിൻബ്ലാഷ് ഉണ്ടെങ്കിൽ ചെറിയൊരു സീൻ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തു വയ്ക്കാൻ മാത്രമേ അറിയാൻ പറ്റൂ. പിന്നെ ഇത് ചെയ്തതിൻ്റെ ഇടയിലുള്ള ക്ലിപ്സ് ആയാലും ഞാൻ കുറേ ആഡ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ആഡ് ചെയ്യാം. പിന്നെ ചെയിൻ ഫ്ലാക്കിൽ ചെറിയ വ്യത്യാസം വരുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് എത്ര മാത്രം വരുത്തണമെന്ന് അറിയാൻ വയ്യ. സിംഗം അണ്ടബലി ഞാനൊരു വ്ളോഗ് എടുക്കാൻ ഇറങ്ങിയത് ഹൈറ്റ് കൂട്ടിയിട്ടാ വണ്ടിയിടാ. ബാക്ക് കണ്ടോ, ഹൈറ്റ് കൂട്ടിയുണ്ടോ എക്സ്പ്രസിൻ്റെ. നീയാണ് IG ചെയിൻ ഷിഫ്റ്റർ. അപ്പം ഞാൻ വെച്ച് നീയാണെന്നത്. ഞാൻ പോട്ടെ, ബാക്കി ഓ അങ്ങനെ. ഞാൻ വെച്ച് നീ അവസാനം പേരിക്കും പൊരുത്തോന്നൊക്കെ ഉള്ള രീതിയിൽ ഇട്ടായിരിക്കും ഒന്ന്. ഞാൻ പോട്ടാ, ബാക്കി വീഡിയോ കുറച്ചുകൂടെ എടുക്കാണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ കുറച്ചാൾ ഓടിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയാറായെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഒരാഴ്ചക്കകത്ത് നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. അതിനുശേഷം മാത്രം ഇത് ചെയ്യണമെങ്കിൽ തന്നെ ചെയ്യണം. ചുമ്മാ പണി വാങ്ങിച്ച് ബലിയാടാവാൻ നിൽക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ബലിയാടാവാൻ ഞാനുണ്ട്. അതുകണക്ക് നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ നോക്കിയാലും അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ബലിയാടായിക്കാനും അത് യൂട്യൂബിൽ തന്നെ അവർ വീഡിയോ ഇട്ടാലും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അവരെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കേട്ട് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം വണ്ടിയിൽ ആൾട്രേഷനായിട്ട് ചെയ്യുന്നെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആൻഡ് ഫൈനലി നമ്മളിപ്പോൾ വീടെത്തിയിട്ടുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു ചെറിയ വർക്ക് കൂടെ എനിക്കിനി പെൻഡിങ് ഉണ്ട്. അത് ഞാൻ മിക്കവാറും എക്സ്പൾസിൻ്റെ ആയിരിക്കും വെക്കുന്നത്. കാരണം ഇത് വെൽഡ് ചെയ്ത് ഒരുപാട് കുളമാക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ വേറെ പീസൊക്കെ ഇട്ട് വെൽഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കാലുകൊണ്ട് സ്റ്റാൻഡൊക്കെ ഇടാൻ നേരത്ത് കാലൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു ടാസ്കും എനിക്ക് എടുക്കാൻ താല്പര്യമില്ല. ഓക്കെ ഗെയ്സ്, അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ എൻ്റെ ഇൻസ്റ്റാഡിയുടെ കൂടെയൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഈ എല്ലാ കാര്യവും ഞാൻ ഷോർട്ട് ഫായിട്ട് എൻ്റെ ഇൻസ്റ്റാ ഐഡിയിൽ ഇടുന്നതായിരിക്കും. അക്കൗണ്ട് ആദ്യമായിട്ടാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.